അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ പല ആളുകളും പ്രത്യേകിച്ച് യുവതലമുറയിലൊക്കെ ഈ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് പല ജെൻഡറുകളിലുള്ളവർ പരസ്പരം ഫ്രണ്ട്സായി ഇടപഴകുന്ന, സംസാരിക്കുന്ന, ചില സമയങ്ങളിൽ സഹവസിക്കുന്ന ഒക്കെ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഇത്തരത്തിലുള്ള പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്പുകൾ സാധ്യമാണോ? സെക്ഷൽ ആയിട്ടുള്ള തോട്ട്സ് ഇല്ലാതെ ഇന്റർ ജെൻഡർ ഇൻറ്ററാക്ഷൻസ് പോസിബിൾ ആണോ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്ക് അത്തരത്തിലുള്ളൊരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കാം. നമ്മൾ ലിംഗത്വവും ലൈംഗികതയും ജെൻഡറും സെക്സൊക്കെ ആയി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആണ് പെണ്ണ് ഒരു വ്യത്യാസമില്ല എന്നുള്ളൊരു നെറേഷൻ സാധാരണഗതിയിൽ നടക്കലില്ല. ഇപ്പം അത് ഭയങ്കര കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ലിബറൽ പുരുഷന്മാർ പറയും ഞങ്ങളെപ്പോലെ തന്നെയാണ്, ഞങ്ങളും അവരെ പോലെ തന്നെയാണെന്ന് പറയും. ലിബറൽ സ്ത്രീകളും പറയാൻ തോന്നും, അവരും പറയും ഞങ്ങൾ ഇവരെ പോലെ തന്നെയാണ്, ഞങ്ങൾക്കുള്ള ഡിസയറുകൾ, സെക്ഷൽ ഡിസയറുകൾ, ഞങ്ങളുടെ സെക്ഷൽ പ്രാക്ടീസസുകൾ, ബിഹേവിയറുകൾ എല്ലാം ഒന്നാണ് എന്നുള്ളൊരു ഇത് പറയുമല്ലോ. യഥാർത്ഥത്തിൽ അതിന് യാഥാർത്ഥ്യത്തോടെ ഇണങ്ങുന്നതല്ല. പെണ്ണിൻ്റെയും ആണിൻ്റെയും പിന്നെ ബയോളജി വ്യത്യാസമാണ്, അവരുടെ എല്ലാവരുടെയും ഡിസയറും വ്യത്യാസമാണ്, സാമൂഹികമായി നടക്കുന്നതും വ്യത്യസ്തമാണ്. ഇതെല്ലാം ഉണ്ടായിരിക്കുക, സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വേറെ ആയിരിക്കെ, പിന്നെ ബയോളജി വേറെ ആയിരിക്കെ ഞങ്ങൾ ഒരേപോലെയാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസ് എന്ന് പറയാം. അതായത് സമൂഹത്തിനൊത്ത് പറയുക, സമൂഹത്തിന് എന്താണോ കേൾക്കാൻ രസം, അല്ലെങ്കിൽ തുല്യതയോട് യോജിക്കുന്ന, ആശയത്തോട് യോജിക്കുന്ന എന്താണോ അത് പറയാം. ഈ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ എന്തിനെങ്കിലും ഒന്നിച്ചിരിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെന്തിനാ വെറുതെ ഇതിൽ ഇടപെടുന്നത്? ഞങ്ങൾക്ക് അങ്ങനത്തെ തോന്നലുകളൊന്നുമില്ല, ചീത്ത തോന്നലുകളൊന്നും. ആണുങ്ങൾ പറയും ഞങ്ങൾക്ക് അവരുടെ വസ്ത്രം കണ്ടിട്ട്, സ്ത്രീകളുടെ വസ്ത്രം അത് മാന്യല്ലാതെ ഉടുക്കുമ്പോൾ അത് പുരുഷനിൽ എന്തെങ്കിലും വൈകാരികമായ ചിന്ത ഉണർത്തൂലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഉണരുന്നില്ല, നിങ്ങൾക്കേ ഉണരുന്നുള്ളൂ, ഞങ്ങൾക്ക് അങ്ങനത്തെ വസ്ത്രം കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ബയോളജിക്കെതിരെ, സോഷ്യൽ യാഥാർത്ഥ്യങ്ങൾക്കെതിരെ ഉള്ള ആ ഒരു അതാണ് സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസ്. ഈ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസ് പൊളിച്ച് കളയുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പം അതിലൊന്നാണ് ഡാറ്റാക്ലിസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതായത് ഓക്കെ ക്യൂപ്പിഡ് എന്ന് പറയുന്ന ഡേറ്റിങ്ങിൻ്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ക്രിസ്റ്റ്യൻ റെഡർ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പം ആ പുസ്തകത്തിൻ്റെ പേര് ഡാറ്റാക്ലിസം, ഹൂ വി ആർ വെൻ വി തിങ്ക് നോ വൺ ഈസ് ലുക്കിംഗ്. ആരും കാണാത്തപ്പോൾ നമ്മൾ ആരാണ്. ഡേറ്റിംഗ് വെബ്സൈറ്റിൽ ഒരു കാര്യം പറയും, എനിക്ക് ഇന്നൊക്കെയാണ് ആഗ്രഹം എന്ന് ആണും പെണ്ണും പറയും, പക്ഷേ അവരെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അതല്ല കാണുന്നത്. അപ്പോൾ വെബ്സൈറ്റിന്റെ ആള് ആ പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തിയിട്ട് അയാളൊരു പുസ്തകം എഴുതിയാണ്. പറയുന്നതല്ല ലിബറൽ സമൂഹങ്ങളിൽ ആണും പെണ്ണും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെത്. അതേപോലത്തെ ഒരു പുസ്തകമാണ് പിന്നെ ബില്യൺ വിക്കറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം. ഈ പുസ്തകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ദ ഇന്റർനെറ്റ് ടെൽസ് അസ് അബൌട്ട് സെക്ഷൽ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ഇത്. ഈ പുസ്തകം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അഭിപ്രായങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ ഒരു പെണ്ണിൽ ആകർഷണീയമായി തോന്നുന്നത്, എന്താണ് ആണിൽ ആകർഷണീയമായി തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങനത്തെ കേസുകൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ഭയങ്കര ഹോണസ്റ്റായി മറുപടി പറഞ്ഞോളൂ. അതെ, അപ്പോൾ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസ് കടന്നു വരും. അപ്പോൾ എനിക്ക് എങ്ങനെ തോന്നുള്ളൂ എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഇവർ പഠിക്കുകയാണ്. ഇപ്പൊ ഇവര് കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞ ഒരു ശാഖയിലുള്ള പഠനമാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പിന്നെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂറോ സയൻസ് പഠിക്കുന്ന ഒരു വിഭാഗമാണ്. അതിൽപ്പെട്ട പിന്നെ 2 പ്രഗത്ഭരാണ് ഡോക്ടർ ഓഗി ഓഗസും സായ് ഗദ്ദാമും. ഇവർ രണ്ടുപേരും നടത്തിയാണ്. അപ്പോൾ ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ 2009 മുതൽ 2010 ഒരു വർഷത്തിൽ വെബ്സൈറ്റുകളിൽ, ഇൻ്റർനെറ്റിൽ നടത്തിയ സെർച്ചുകൾ, അത് 400 ദശലക്ഷം സെർച്ചുകൾ എടുത്തിട്ട് ആണുങ്ങൾ എന്താണ് സെർച്ച് ചെയ്തത്, ആണുങ്ങളുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഡിസയർ എന്താണ്, അവരുടെ ബയോളജി എന്താണ് എന്ന് ഇവർ പഠിക്കുകയാണ്. അല്ലാതെ ഈ ആണുങ്ങളോട് ചോദിച്ചാൽ അവർ പറയില്ല. അപ്പോൾ ഇവരെ കറക്റ്റ് നോക്കിയിട്ട് ഈ സെർച്ചുകൾ നോക്കിയിട്ട് 55 ദശലക്ഷം സെർച്ചുകൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട സെർച്ചുകളായിരുന്നു ഇവർ കണ്ടെത്തി. ഇതേപോലെ തന്നെ സ്ത്രീകളെ എടുത്ത്, സ്ത്രീകളുടെ ഓൺലൈൻ ആക്ടിവിറ്റി അവരെടുത്ത്. അപ്പം അതിൽ 2008 $1.37 ബില്യൺ വിൽപ്പനയാണ് പ്രണയ ഫിക്ഷനുകൾക്ക് നടന്നത്. അത് ഭൂരിഭാഗവും വാങ്ങിയിട്ടുള്ളത് സ്ത്രീകളാണ്. 2008 കുറഞ്ഞത് 74.8 ദശലക്ഷം ആളുകൾ പ്രണയ നോവൽ വായിച്ചിട്ടുണ്ട്. അതിൽ 90% സ്ത്രീകളാണ്.
അപ്പൊ സ്ത്രീകൾ പോണല്ല കാണുന്നത്, സ്ത്രീകൾ പ്രണയ നോവലുകളാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു റൊമാൻറ്റിക് സാധനങ്ങൾ, റൊമാൻസുമായി ബന്ധപ്പെട്ട പ്രേമവും കഥയൊക്കെ ആയിട്ടുള്ള നോവലുകൾ. അപ്പോൾ ഇവർ ഓൺലൈനായിട്ട് വാങ്ങുന്ന നോവലുകളും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള നോവലുകൾ എടുത്തു വെച്ചിട്ട് അവർക്ക് എന്താ ഇതിൽ സെക്ഷലി അല്ലെങ്കിൽ റൊമാൻസിൽ അവർക്ക് ഏതാണ് താല്പര്യം എന്ന് അവരോട് ചോദിക്കാതെ പഠിക്കുക. പുരുഷന്മാരോടും ഇതേപോലെ തന്നെ പഠിക്കുക. അങ്ങനെ പഠിച്ച് നോക്കിയപ്പോൾ ലിബറൽ സമൂഹം പറയുന്ന ഒന്നുമല്ല പിന്നെ ഇതിൽ നിന്ന് കാണുന്നത്. പോണോഗ്രഫിയുടെ സെർച്ചുകൾ പുരുഷന്മാർ നടത്തിയതും പിന്നെ ഓൺലൈനായിട്ട് സ്ത്രീകൾ നടത്തിയ നോവൽ വായനകളും ഒക്കെ നോക്കുമ്പോൾ രണ്ടു കൂട്ടരും സമൂഹത്തിൽ, ലിബറൽ സമൂഹത്തിൽ പറയുന്ന ലിംഗത്വ ലൈംഗിക താല്പര്യങ്ങളല്ല അവരിൽ കണ്ടെത്തിയത്. അപ്പോൾ അതിലേറ്റവും പ്രസക്തമായ വ്യത്യാസങ്ങൾ, ആൺ പെൺ വ്യത്യാസങ്ങൾ ഞാനിവിടെ പറയാം. ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായത്, ബില്യൺ വിക്കറ്റ് തോട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മനസ്സിലായത് പോൺ സെർച്ച് ഗംഭീരമായി അധികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റ്. എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ഒരു വിക്ടോറിയൻ പീരീഡിൽ ഒരു ഏറ്റവും ലൈംഗികമായി മോശമായ ഒരു പുരുഷൻ, അയാള് എത്ര നഗ്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ ജീവിതം മുഴുവൻ, അതിനേക്കാളധികം 1 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ ഒരു പുരുഷൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, 1 മിനിറ്റ് കൊണ്ട് അത്രയും സ്ത്രീകളെ അവന് കാണാവുന്ന അവസ്ഥയിലാണ് എന്നുള്ളത്. അപ്പോൾ പോണ അങ്ങേയറ്റം അധികരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇൻ്റർനെറ്റിലൊരു റൂള് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇൻ്റർനെറ്റിലൊരു റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് റൂൾ 34 കേട്ടിട്ടുണ്ടോ? അത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ക്യാൻ ഇമാജിൻ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ഇൻ്റർനെറ്റ് പോൺ. എന്തെങ്കിലും നിങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടെന്ന് വിചാരിക്കും, ഇങ്ങനെ ലൈംഗികമായിട്ടൊരു അഭിലാഷം അല്ലെങ്കിൽ ഇങ്ങനെ ലൈംഗികമായിട്ട് ചെയ്താലോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് അടിച്ചു കൊടുത്താൽ മതി, അതിനെപ്പറ്റി ഒരു പോണുണ്ടാവും. അത്രയും വെറൈറ്റി പോണുകൾ, മനുഷ്യൻ്റെ എല്ലാ ഫാൻറ്റസികളും നിറച്ചുകൊണ്ട്, അതിനാണ് ഇൻ്റർനെറ്റ് റൂൾ 34 എന്ന് പറയുന്നത്. ഇങ്ങനെ പോണ എന്തിനും കിട്ടും എന്നുള്ള ആ റൂളിന് പറയണത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, സായിഗദ്ദാം പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ആടിനെ തീ വെച്ചിട്ട് ആ കത്തുന്ന ആടിൻ്റെ ഫ്രണ്ടിലുള്ള സെക്സ് എന്ന് ഒന്ന് സങ്കല്പിച്ചെന്ന് വിചാരിക്കുക, അത് ഇൻ്റർനെറ്റിൽ അടിച്ചാൽ ചിലപ്പോൾ അതുണ്ടാവും. എന്നാൽ അതൊരു എക്സാജറേഷൻ ആണ്, പക്ഷെ എന്നാലും അത്രയും അധികം പോണ് വന്നിട്ടുണ്ട് എന്നുള്ള നമ്മളെ ഫാന്റസികൾ ഇതാക്കുന്ന പോലെ. അതുപോലെ ഇന്ത്യയിലെ പോൺ കണക്കുകൾ പറയുമ്പോൾ, പോണോഗ്രഫി മൊബൈലിലൂടെ കണ്ട അത് എടുത്തിട്ടുള്ള ആൾക്കാരെ കണക്ക് പറയുമ്പോൾ 2019 89% ആളുകളും പോണോഗ്രഫി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്നിപ്പം എന്തിനാണ് പിന്നെ ഈ ലൈംഗികമായ ഇതൊക്കെ നിയമങ്ങളൊക്കെ ഇസ്ലാമിൽ, അല്ലെങ്കിൽ ലൈംഗികമായ ഇവിടെ ലൈംഗികമായ ശുചിത്വം പാലിച്ചാൽ പരലോകത്ത് ലൈംഗികമായ പ്രതിഫലങ്ങൾ കിട്ടും, അവിടെ കല്യാണം കഴിക്കാം, അവിടെ നല്ല പരിശുദ്ധമായ രൂപത്തിൽ ഇതിനെ വിനിയോഗിക്കാം എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? പച്ചയായി പറഞ്ഞാൽ ഹൂറികളൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാരിൽ 89% ഹൂറികളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണിത്. അപ്പൊ ഇത്രയും കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുമല്ലോ, ഒരു കാര്യം പറയുക, ചോദ്യം ചെയ്യുക, ഒരു സമൂഹത്തെ അപമാനിക്കുക, എന്നിട്ട് അതേ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിൽ പരതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കാണാത്ത ആൾക്കാരുണ്ടല്ലോ, അവര് സംശുദ്ധി പാലിച്ചുകൊണ്ട് ഞാൻ ഇതിനൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രതിഫലം വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തല്ലേ? അപ്പൊ പോണോഗ്രഫി അങ്ങേയറ്റം അധികരിച്ചു എന്നുള്ള ഫസ്റ്റത്തെ ഒരു ഇത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, പുരുഷന്മാരാണ് കൂടുതലും പോണ് കാണുന്നത്. ആ വലിയ സംഖ്യ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചില വെബ്സൈറ്റുകളിൽ 75 കാണിക്കുന്നുണ്ട്, ശതമാനം പുരുഷന്മാർ, ചിലതിൽ 90 കാണിക്കുന്നുണ്ട്. അങ്ങനെ പല കണക്കുകളും ഉണ്ട്. രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ചിലതിൽ സ്ത്രീകളെ കാണിച്ചിട്ട് സ്ത്രീകളിൽ ചിലർ പോൺ കാണുന്നുണ്ട് എന്നുള്ള കണക്കുകൾ ചില വെബ്സൈറ്റുകൾ, കാരണം സ്ത്രീകളുടെ ക്രെഡിറ്റ് കാർഡും അവരുടെ ഇമെയിൽ ID ഒക്കെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ വെബ്സൈറ്റുകൾ അതേ കാണണല്ലോ. അപ്പൊ ഇവര് പരിശോധനക്ക് ഇത് നോക്കിയപ്പോ അതില് പിന്നെ CC ബിൽ എന്ന് പറയും, ബില്ലിംഗ് സർവീസാണ്. അതിൽ ഓൺലൈൻ അഡൽട്ട് ഇൻഡസ്ട്രിയിൽ ഭൂരിഭാഗം ഇതാണ് ഉപയോഗിക്കുന്നത്. അതിൽ 2% സബ്സ്ക്രിപ്ഷൻസ് പിന്നെ പോണോഗ്രഫിക്ക് പെണ്ണുങ്ങളെ കണ്ട്, അവരുടെ പെണ്ണുങ്ങളുടെ പേരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ CC ബില്ല് ഫ്ലാഗ് ചെയ്യപ്പെട്ട് അത് ആ കാശ് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ അമ്മമാര്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഭാര്യമാര് ഭർത്താക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ മക്കൾക്കെതിരെ പിന്നെ അവിടെ
റിക്വസ്റ്റ് കൊടുക്കണം ഈ വെബ്സൈറ്റുകൾക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ പേരിൽ കാണുന്നത് പോലും മിക്കവാറും ആണുങ്ങളാണ്. അവരുടെ പേരിൽ ഓരോ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ആണുങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് പെണ്ണുങ്ങൾ കാണുന്നില്ല? പെണ്ണുങ്ങൾ കാണാത്തത് ഇവര് വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഇത് പെണ്ണുങ്ങളുടെ അഭിപ്രായം പോണോഗ്രഫിയെ പറ്റിയിട്ട്. അതിലെല്ലാ പെണ്ണുങ്ങൾക്കും ഇത് വെറുപ്പാണ്. പോണോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പുരുഷനെ പോലെ ആസ്വദിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റൂല. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ കാണുന്നത് കംപ്ലീറ്റ് എന്താണ്, ഇമോഷണലി പിന്നെ ഒരു സ്റ്റോറി ഉള്ള, ഒരു ബോണ്ടിങ് ഉള്ള, ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട നോവലുകളാണ് അവൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പിന്നെ അങ്ങനത്തെ ഒരു സംഗതി അവൾക്ക് കാണാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നോവലുകൾ നോക്കിയാലോ, ബില്യൺ കണക്കിന് ഡോളർ കൊടുത്ത് പെണ്ണുങ്ങൾ വാങ്ങുന്ന നോവലുകൾ പരിശോധിച്ചപ്പോൾ അവിടെ ഒന്നും സെക്സ് അല്ല കാണുന്നത്. അവിടെയൊക്കെ കാണുന്നത് മിക്കവാറും അതിലെ നായകന്മാർ മിക്കവാറും ഒന്നുകിൽ കോടീശ്വരന്മാരായിരിക്കും. അങ്ങനെ കുറച്ച് ഇതുകളുണ്ട് ഏതൊക്കെയാണ് നായകന്മാരായി വരുന്നത്. ഡോക്ടർമാരുണ്ട്, കൗബോയ്സ് ഉണ്ട്, അതുപോലെ ബോസ്, വലിയ CEO ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, രാജകുമാരൻ അല്ലെങ്കിൽ സർജൻ, ഒരു പോരാളി, രാജാവ്, അംഗരക്ഷകൻ, പോലീസുകാരൻ, ഇതൊക്കെയാണ് മെയിൻ നായകന്മാർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? കായികമായും ബുദ്ധിപരമായും സാമ്പത്തികമായും സാമൂഹികമായിട്ടൊക്കെ ശക്തിയുള്ള ഒരു പുരുഷൻ, ആ പുരുഷന്റെ കഥ, ആ പുരുഷൻ ആ ശക്തിയും ആധികാരികതയും അവൾക്ക് എന്ത് അതിൽ നിന്ന് കിട്ടുന്നോ ഈ കഥകളിലൊക്കെ ഈ നോവലുകളിലൊക്കെ നോക്കുമ്പോൾ ആ പുരുഷനിൽ നിന്ന് ഇവൾക്ക് കിട്ടുന്നത് സെക്യൂരിറ്റിയും ലീഡർഷിപ്പുമാണ്, നേതൃത്വവും സുരക്ഷയും അത് അവൾക്ക് കിട്ടുകയാണ്. എന്ന് മാത്രമല്ല പിന്നെ ഈ പുരുഷന്മാർ പിന്നീട് എന്തായി മാറി കഥ മിക്കവാറും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ശക്തനായ പുരുഷൻ ആണുങ്ങളൊക്കെ പിന്നെ തകർത്ത് കളയാൻ മാത്രം സാമ്പത്തികമായോ ബുദ്ധിപരമായോ അല്ലെങ്കിൽ കായികമായോ കഴിവുള്ള ഒരാൾ, അയാൾ പിന്നീട് ഇവളായിട്ട് സ്നേഹത്തിലാവുന്നു. ഇവളോട് സ്നേഹത്തിലാവുന്നതോടുകൂടി ഇവൻ ഇണക്കമുള്ളവനാവുന്നു, ഇവളോട് കനിവും ദയയും ഉള്ളവളാവുന്നു. ഇതാണ് മിക്കവാറും കഥകൾ. അത് ജെയിൻ ഓൺസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡീസ് ഉണ്ടല്ലോ, അവിടെ തുടങ്ങി ഇവിടെ നമ്മൾ പിന്നെ എന്താ ട്വൈലൈറ്റ് സാഗ പോലെയുള്ള നോവലുകളടക്കം, വാമ്പയർ ആണല്ലോ ട്വൈലൈറ്റ് സാഗയിലുള്ളത്. അതായത് ഭയങ്കര ശക്തനായ ഒരു കോടീശ്വരനായ വാമ്പയർ ഇവളുടെ മുമ്പിൽ ദുർബലനായി ഇവളുടെ സ്നേഹത്തിൽ ആകെ അഭിരമിച്ച് ഇവളുടെ മുമ്പിൽ ദയാലുവായ ഒരു കുട്ടിയായി മാറുന്ന കഥയാണ്. ബാഡ് ബോയ് വളരെ ഗുഡ് ബോയ് ആയി ഇവളുടെ ഫ്രണ്ടിൽ. അപ്പൊ ഇതിനൊരു ഒരു ഒരു പിന്നെ തീം നമ്മൾ കാണാണ്. ആ തീം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് പുരുഷൻ വന്നിട്ട് ഏതെങ്കിലും ഒരു പുരുഷൻ വന്ന് ഇവളുമായിട്ട് ബന്ധപ്പെടുന്നതല്ല, ഇവളുടെ അതേപോലെയുള്ള ഈക്വാലിറ്റി ഉള്ള ഒരു പുരുഷനെ അല്ല ഇവൾ ആഗ്രഹിക്കുന്നത്. അതാണ് പറയുക, ആണും പെണ്ണും ഒന്നാവണമെന്ന് പറയും. പക്ഷെ വായിക്കുന്ന ആസ്വദിക്കുന്ന നോവലുകൾ കംപ്ലീറ്റ് സെക്ഷൽ ഡിസയറുകൾ, റൊമാൻറ്റിക് ഡിസയറുകൾ കംപ്ലീറ്റ് പറയുന്നത് എന്നേക്കാൾ വലിയൊരാളായിരിക്കണം. അത് സാമ്പത്തികമാവാം, ബുദ്ധിപരമാവാം, കായികമാവാം, എന്നേക്കാൾ ശക്തനും ആധികാരികത പുലർത്തുന്നവനുമായ പുരുഷനാവണം. ഇതാണ് മനസ്സിലിരിപ്പ്, ഇതാണ് പ്രവർത്തനം, ഓൺലൈൻ പ്രവർത്തനങ്ങൾ. എന്നിട്ട് അവൻ എന്നോട് കരുണ കാണിക്കണം. ഇതാണല്ലോ ഇപ്പൊ ഖുറാനിക സങ്കല്പമൊക്കെ നോക്കുകയാണെങ്കിൽ റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുന്നതും പുരുഷൻ നേതൃത്വം വഹിക്കണം എന്ന് പറയുന്ന ആ സങ്കല്പത്തൊക്കെ പുച്ഛിക്കുകയും അതൊക്കെ പിന്നെ എന്താ പറയാ പ്രാകൃതമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുടെ ഇത് എത്രത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഫെമിനിസം ഉണ്ടാക്കിയ ആൾ തന്നെ, ഈക്വാലിറ്റി ഫെമിനിസം, ലിബറൽ ഫെമിനിസം ഉണ്ടാക്കിയ സിമൻ ഡെബോവയുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാലും ഇതന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ സാർത്ര എന്ന് പറയുന്ന ഒരാള് അയാളുമായിട്ട് പ്രണയത്തിലാവുമ്പോൾ സാർത്ര ആദ്യം പറയുന്നുണ്ട്, അതായത് പിന്നെ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുന്നുണ്ട്, സെക്ഷലി നമുക്ക് ബന്ധപ്പെടാമെന്ന് പറയുമ്പോൾ പിന്നെ ഇവർ സമ്മതിക്കുന്നില്ല, സൈമൺ ഡെബോവ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ സിമൺ ഡെബോവിനെ പറ്റിയിട്ട് പറയുന്ന അവരുടെ ജീവചരിത്രം എഴുതിയ ഒരു ഫെമിനിസ്റ്റാണ് ടോറിൽ മോയ് എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റ്. അവരുടെ പുസ്തകം സിമൺ ഡെബോവ ദ മേക്കിംഗ് ഓഫ് എൻ ഇന്റലക്ച്വൽ വുമൺ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, അതായത് സാർത്രെ ആദ്യമായിട്ട് സെക്ഷലി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, നീ വേറെ ആളായിട്ട് ഏർപ്പെടാം, ഞാൻ വേറെ, അങ്ങനത്തെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് സജസ്റ്റ് ചെയ്തു. പക്ഷെ സിമൺ ഡെബോവ അംഗീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളുമായിട്ട് ഉള്ള ബന്ധമാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ സാർത്രെ എന്ത് ചെയ്തെന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 വർഷം ഇമോഷണലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം,
ഈ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ബന്ധങ്ങളൊക്കെ ഇതാക്കുക. അപ്പോൾ ആ 2 വർഷത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് സിമൻഡേവ അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സാർട്ര ചെയ്യുന്ന എന്താണ്, യഥാർത്ഥത്തിൽ ആ പെണ്ണിനെ ഇമോഷണലി കീഴടക്കിയതിന് ശേഷം, അവൾ ഇമോഷണലി എൻ്റെതായി എന്ന് കണ്ടതിന് ശേഷം പിന്നെ ടൊറിൽ മോയ് പറയുന്നുണ്ട് 2 വർഷം അയാൾ മോണോഗമി ഡെബോക്ക് നൽകിയിട്ട് പിന്നീട് ജീവിതകാലം മുഴുവൻ പോളിഗമി ആസ്വദിക്കാനുള്ള ലൈസൻസ് വാങ്ങുമായിരുന്നു ഇവരിൽ നിന്ന്. എന്ന് വെച്ചാൽ അത്രയും മോശം ജീവിതമായിരുന്നു സാർത്രയുടെ. അപ്പോൾ അത്രയും മോശമായ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്, പിന്നെ സാർത്ര കൊണ്ടുവരുന്നത് സിമൻഡേവനെ ഈ ഇമോഷണൽ ബന്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, സിമൻഡേവനോട് എപ്പോഴും പറയൂ അത്രേ സാർത്ര, നമ്മളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം പിന്നെ പോളിഗമി ആയല്ലോ, അതായത് ഓപ്പൺ റിലേഷൻഷിപ്പായി വേറെ ആളുമായിട്ട് സാർത്ര ബന്ധങ്ങൾ പുലർത്താൻ തുടങ്ങി. അപ്പോൾ സാർത്ര പറയുമായിരുന്നു എന്നാണ് പറയുന്നത്, നമ്മളുടേത് എസെൻഷ്യൽ റിലേഷൻഷിപ്പാണ്, മറ്റേതൊക്കെ കണ്ടിൻജൽ സെക്സുകളാണ്. നമ്മളുടെ സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അഗാധമായ അർത്ഥപൂർണമായ സെക്സാണ്, ബന്ധത്തിൽ അധിഷ്ഠിതമായ സെക്സാണ്, മറ്റേതൊക്കെ കണ്ടിൻജന്റ് ആണ് എന്ന് പറയുമായിരുന്നു. അതേ സാർത്ര തന്നെ ഇപ്പോൾ ഈ ടൊറിൽ മോയ് പറയുന്നുണ്ട്, അതേ സാർത്ര തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ പെണ്ണുങ്ങളോടും അങ്ങനെയാണ് പറയല്. അപ്പോൾ പെണ്ണുങ്ങളെ കിട്ടണമെങ്കിൽ എന്ത് വേണം, അവരെ സെക്ഷലി ഓപ്പൺ റിലേഷൻഷിപ്പിൽ വരാം എന്ന് പറഞ്ഞാൽ കിട്ടൂല, ഞാൻ നുണ പറയായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, സിമൻഡേവനോടും നിങ്ങൾ നുണ പറയായിരുന്നു? ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞിട്ടുള്ളത് സിമൻഡേവനോടാണ് എന്ന് സാർത്ര പറയുന്നുണ്ട്. അപ്പം പെണ്ണിനെ അങ്ങനെ കിട്ടൂല, പുരുഷന്റെ പോലെ തന്നെ ലൈംഗികമായി ഏർപ്പെട്ട് അങ്ങനെ ഒരു സാധനമല്ല സ്ത്രീ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് തന്നേക്കാൾ ആധികാരികനായ ഒരു പുരുഷൻ തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അങ്ങനത്തെ ഒരു ലീഡറായി തൻ്റെ സംരക്ഷണവും ഇതൊക്കെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു പുരുഷനുമായിട്ട് ഉള്ള ഇമോഷണൽ ബന്ധമാണ്. അതിലുണ്ടാവുന്ന ലൈംഗികതയാണ് ഒരു സ്ത്രീക്ക് ആസ്വാദനം കിട്ടുന്നത്. അതേസമയം പിന്നെ പുരുഷൻ അങ്ങനെയല്ല, പുരുഷന് എങ്ങനെയായാലും ലൈംഗികമായിട്ട് ഇത് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതാണ് ഈ പുസ്തകത്തിന് മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ വിഷ്വൽ ക്യൂ. പുരുഷൻ്റെ വിഷ്വൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പിന്നെ ശക്തമായിട്ടുണ്ട് എന്നുള്ളത് ഈ പുസ്തകം തെളിയിക്കുന്നുണ്ട്. ഈ പോണോഗ്രഫി ഏറ്റവും കൂടുതൽ കാണുന്നത്, പോണോഗ്രഫിയിൽ ഒരു കഥ ഇല്ലല്ലോ, പോണോഗ്രഫിയിൽ എപ്പോഴും പിന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക, ലൈംഗികത സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറം ഒരു സംഗതി അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പുരുഷൻ സ്നേഹിക്കുന്നത് കണ്ണുകൊണ്ടും സ്ത്രീ സ്നേഹിക്കുന്നത് കാതുകൊണ്ടുമെന്ന് സാധാരണ പറയലുണ്ട്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് തെളിയുന്നത്. പുരുഷന് വെറും കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ അത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ വിഷ്വൽ ക്യൂ എന്ന് പറയുന്നത് അവൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. അതായത് പിന്നെ 2 തരം ഫാറ്റുകൾ ശരീരത്തിലുണ്ടല്ലോ, മനുഷ്യ ശരീരത്തിൽ. അതിൽ ആൻഡ്രോയിഡ് ഫാറ്റും ജൈനോയിഡ് ഫാറ്റും അല്ലെങ്കിൽ ഗൈനോയിഡ് ഫാറ്റ്. അതിൽ ഗൈനോയിഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൻഡ്രോയിഡ് ഫാറ്റ് എന്നും എല്ലാ ദിവസവും നമുക്ക് വേണ്ട സംഗതിയാണ്. നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും ആ ഫാറ്റ് എടുത്തിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യും. ഗൈനോയിഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ പ്രസവിക്കുമ്പോഴും മുലയൂട്ടുമ്പോഴൊക്കെ വരുന്ന സംഗതിയാണ്. അത് സ്ത്രീയുടെ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. ഇപ്പോൾ സ്ഥാനം, നിതംബം പോലെയുള്ള തൊട പോലെയുള്ള സ്ഥാനങ്ങളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൈനോയിഡ് ഫാറ്റ് കുട്ടികളുടെ സന്താനോൽപാദനവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ അതിനോട് ആകർഷണീയത ഉണ്ടാവൽ അവൻ്റെ പ്രത്യുൽപാദനപരമായ നന്മക്ക് ഗുണമായതുകൊണ്ട് തന്നെ ആകർഷണീയത ബയോളജിക്കലാണ്. അപ്പോൾ ഡൊണാൾഡ് സിമൻസിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകം അത് പറയുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ സാമൂഹികമായിട്ടും കാണുന്നത്. ഈ പോണോഗ്രഫിയിൽ പുരുഷൻ നോക്കുന്നത് ശരീരമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് നോവൽറ്റി ക്യൂ ആണ്. നോവൽറ്റി ക്യൂ പുരുഷന്മാർക്ക് വളരെ ശക്തമായിട്ടുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ തെളിയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു ആളും പോണോഗ്രഫി നോക്കുമ്പോൾ ഒരു സ്ത്രീയെ മാത്രം കാണുന്നില്ല. പിന്നെ പുരുഷൻ നോക്കുമ്പോൾ ഒരു ദിവസം ലറ്റിനോ എന്നുള്ളതാണ് സെർച്ച് ചെയ്യണത്, രണ്ടാമത്തെ ദിവസം ഏഷ്യൻ, ജാപ്പാനീസ്, അതുപോലെ തന്നെ അറേബ്യൻ, കൊക്കേഷ്യൻ, ഇങ്ങനെ വെറൈറ്റികളാണ് അവൻ പരതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ മോണോഗമസ് ആയിട്ടുള്ളൊരു പിന്നെ അവൻ്റെ ജൈവപരമായ പ്രകൃതമാണ്
ആ പോണോഗ്രഫിയിലൂടെ കാണുന്നത്. അല്ലാതെ ഒരു സ്ത്രീയെ പറ്റിയിട്ടുള്ള ഇതല്ല അവൻ തിരയുന്നത്. അവളുമായിട്ടുള്ള പ്രണയമല്ല തിരയുന്നത്, അവളുമായിട്ടുള്ള ലൈംഗിക ബന്ധമല്ല തിരയുന്നത്. നേരെ മറിച്ച് വെറൈറ്റി ആണ് അവനെപ്പോഴും പുതുമ ഉണ്ടാവണം. ന്യൂ ഗേൾ എഫക്റ്റ് എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഇത് തിരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ സ്ത്രീകളുടെ നോവലുകൾ അങ്ങനെയല്ല. ഒരു പുരുഷന്റെ കഥയാണ് കംപ്ലീറ്റ്. സ്നേഹം മുഴുവൻ അവസാനം വരെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് സെക്സ് തന്നെ നോവലിൽ ഉണ്ടെങ്കിൽ പോലും അതൊരൊറ്റ ആളുമായിട്ടുള്ള സംഗതിയാണ്. ഒരു ത്രീസമോ അല്ലെങ്കിൽ ഫോർസമോ അല്ലെങ്കിൽ ഒരു ഏഷ്യനും ഒരു ലാറ്റിനും എന്നുള്ളതൊന്നും സ്ത്രീ തിരയുന്നില്ല എന്നുള്ളത് വ്യക്തമായി നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിലൂടെ സ്ത്രീ പുരുഷ വ്യത്യാസം ലൈംഗികതയിൽ വ്യക്തമായി നമുക്ക് പോണോഗ്രഫിയിൽ ഓൺലൈൻ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് പുരുഷൻ പോളിഗമസ് ആണ്, പോളിജീനിയാണ് അവൻ പ്രിഫർ ചെയ്യണത്, സ്ത്രീ ആകട്ടെ മോണോഗമിയാണ് പ്രിഫർ ചെയ്യണത് എന്നുള്ളത് ആര് നിഷേധിച്ചാലും ഓൺലൈനിൽ പോകുമ്പോൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പ്രവർത്തനം അത് തെളിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് മൈൻഡ് ബോഡി പ്രോബ്ലം ആണ്. മൈൻഡ് ബോഡി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന് ബോഡി ആക്റ്റീവ് ആകുമ്പോൾ മൈൻഡ് ആക്റ്റീവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മൈൻഡ് ആക്റ്റീവ് ആകുമ്പോൾ ബോഡി ആക്റ്റീവ് ആവും. രണ്ടും കണക്റ്റഡ് ആണ്. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീക്ക് ബോഡി ആക്റ്റീവ് ആയാലും മൈൻഡ് ആക്റ്റീവ് ആവുന്നില്ല. സൈക്കോളജിക്കലി അവൾക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല സെക്ഷൽ സന്ദർഭത്തിൽ. അപ്പോൾ ഒരു ഫോണ് കാണുന്നതോടുകൂടി ഒരു പുരുഷൻ സെക്ഷൽ പിന്നെ വിഷ്വൽ ക്യൂ അവൻ്റെ ശരീരത്തേക്ക് വരുന്നു, അവൻ്റെ ശരീരം അതിനോട് പ്രതികരിക്കുന്നു, അവൻ്റെ മനസ്സും അതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നു. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്നു, അവളുടെ ശരീരം ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും. ഈവൻ ലൂബ്രിക്കേഷൻ പോലും നടന്നെന്ന് വരും. യോനി ഭാഗങ്ങളിൽ നനവ് പോലും വന്നിട്ടുണ്ടെങ്കിൽ പോലും ശരീരം പ്രതികരിച്ചാൽ പോലും മനസ്സിൽ അതിനോട് ചിലപ്പോൾ വെറുപ്പായിരിക്കും. ഈ ഒരു പിന്നെ വ്യത്യാസം സ്ത്രീക്കുണ്ട്. മൈൻഡ് ബോഡി പ്രോബ്ലം. ബോഡി ഓണാവുമ്പോൾ മനസ്സ് ഓണാവുമ്പോൾ ബോഡി ഓണാവുക, അല്ലെങ്കിൽ ബോഡി ഓണാവുമ്പോൾ മനസ്സ് ഓണാവുക എന്നുള്ള രൂപത്തിലാണ് പുരുഷൻ. പക്ഷെ സ്ത്രീ അങ്ങനല്ല. ശരീരം ഓണായിട്ട് കാര്യമില്ല, മനസ്സ് ഓണാവൂല എന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കിട്ടണം റിലേഷൻഷിപ്പിൽ. സെക്സിലൂടെ അവൾക്ക് മാനസികമായ സാധനം കിട്ടണം, അല്ലാതെ ശാരീരികമായിട്ടൊരു ശരീരം കിട്ടിയാൽ പോരാ. അപ്പോൾ എന്താണ് അവൾക്ക് കിട്ടേണ്ടത്? അവൾക്ക് ഇമോഷണലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, മെറ്റീരിയലായിട്ടുള്ള സപ്പോർട്ട് കിട്ടണം. എന്നുവെച്ചാൽ ഉത്തരവാദിത്വം ഒരു പുരുഷനെ ഏറ്റെടുക്കണം. അവളുമായിട്ട് ഒരു സെക്സ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവൾക്കത് കിട്ടണില്ല, മാനസികമായൊരിത്. എപ്പോഴെങ്കിലും ഒരു ട്രെയിനിൽ കാണുന്ന ഒരു പുരുഷനിൽ നിന്ന് അവൾക്ക് എന്ത് കിട്ടണില്ല? ശരീരം കിട്ടണുള്ളൂ. അവൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടണില്ല, അവൾക്ക് റിലേഷൻഷിപ്പ് കിട്ടണില്ല, സെക്യൂരിറ്റി കിട്ടണില്ല, ഇതൊന്നും കിട്ടണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധം സ്ത്രീക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ശരീരം ചിലപ്പോൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ലിബറൽ സംസ്കാരമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിലൊക്കെ ഏർപ്പെട്ടെന്ന് വരും സോഷ്യലി. പക്ഷെ അവൾക്ക് ഒരിക്കലും അതിൽ ആസ്വാദനം കണ്ടെത്താൻ കഴിയില്ല. സ്ത്രീക്ക് എപ്പോഴും ആസ്വാദനം കണ്ടെത്താൻ കഴിയുക ലോങ് ടൈം റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ചും കല്യാണത്തിലൂടെയാണ്. കാരണം കല്യാണത്തിൽ ലോങ് ടൈം ലിവിങ് ടുഗദർ പോലെ അല്ല. കാരണം അതിൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ നീയുമായിട്ട് പങ്കുവെക്കാമെന്നൊരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അയാളിലാണ് ഏറ്റവും കൂടുതൽ ഇവൾക്ക് ആസ്വാദനം കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പുരുഷൻ അവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നൊരു തോന്നലുണ്ടായാൽ മതി, അപ്പോൾ അവള് എല്ലാത്തിനും നിന്ന് കൊടുക്കും, അവൾ അതിൽ ആസ്വാദനം കണ്ടെത്തും. എന്നാൽ ചിലപ്പോൾ ആ പുരുഷൻ ചിലപ്പോൾ ചതിക്കായിരിക്കും. അപ്പൊ അങ്ങനെയും ഉണ്ടാകാമല്ലോ. ഇപ്പൊ ചില സ്ത്രീകളൊക്കെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസുകൾ കൊടുക്കുന്ന അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ട്. അവർ ആ സമയത്ത് ആസ്വദിക്കുന്നുണ്ടാകും, പക്ഷെ പിന്നെയാണ് മനസ്സിലാവുക ഇത് ചതിയായിരുന്നു, ഇത് വെറുതെ കൂടെ കിടക്കാൻ വേണ്ടിയുള്ള വഞ്ചനയായിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പുരുഷന്മാര് ഈ സാത്രനൊക്കെ പോലത്തെ ആൾക്കാര് ഇമോഷണലായിട്ട് ഞാൻ അവൈലബിൾ ആയിരിക്കും, നിന്നെ ഞാൻ എടുത്തോളാം, മൊത്തമായി അങ്ങോട്ട് എടുത്തോളാം എന്ന് പറയും. പക്ഷെ അവൻക്ക് എന്ത് മതി? ശരീരം മതി, ശരീരം അവൻ എടുക്കുള്ളൂ. അപ്പൊ ആ രൂപത്തിലേക്ക് സ്ത്രീയെ കൊണ്ടുവരാം. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ അഷ്വറൻസ് കിട്ടുമ്പോഴേക്കും അവർ ഓക്കെ ആയിരിക്കും. ഈ പിന്നെ പോണോഗ്രഫിയിലാണെങ്കിലും പിന്നെ മറ്റു ഇതികളിലൊക്കെ ആണെങ്കിൽ കഥകൾ എന്തായിരിക്കും? ഇപ്പൊ ലിബറൽ സിനിമ ആണെങ്കിൽ ഭർത്താവിൽ തീരെ തൃപ്തിയല്ലാത്ത ഒരു സ്ത്രീ, എന്നിട്ട് അവൾ ലൈംഗികതയ്ക്ക് വേണ്ടി ആകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്, തീരെ സംതൃപ്തി കിട്ടുന്നില്ല ഒരാളിൽ തന്നെ, എപ്പോഴും പഴഞ്ചൻ സെക്സുമായി നടക്കുന്നു. എന്നിട്ട് അവസാനം ഒരു ലിബറൽ ആങ്ങളെ വരാണ് അവളെ സഹായിക്കാൻ. ഇതാണ് മിക്കവാറും കഥ ഉണ്ടാവും. ഇനി പോണോഗ്രഫിയിലാണെങ്കിൽ ഒരു വീട്ടമ്മ ഭർത്താവ് പോയ സമയത്ത് കയറി വരുന്ന ഒരു പ്ലംബറുമായിട്ട് എന്ത് ചെയ്യാണ്? ലൈംഗികത പങ്കുവെക്കുകയാണ്. ഇതാണ് പുരുഷന്റെ സങ്കല്പം. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാധനയെ ആസ്വദിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നേരെ മറിച്ച് അവൾക്ക് ഏറ്റവും
ഇഷ്ടവും സംതൃപ്തിയും നൽകുന്നത് എന്താണ്, പിന്നെ ലൈംഗിക ഈ പറയുന്ന സൈക്കോളജിക്കലായിട്ടുള്ള സങ്കല്പങ്ങൾ ഫുൾഫിൽമെന്റ് ചെയ്യപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പ്രസ് ഇറക്കിയ പുസ്തകം, അതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പുസ്തകം, ഇത് രണ്ടിലും പറയുന്നത് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് വിവാഹത്തിലൂടെയുള്ള ലൈംഗികതയിലൂടെയാണ് എന്നാണ് പറയുന്നത്. വിവാഹിതരായ ദമ്പതികൾ അവിവാഹിതരെ അപേക്ഷിച്ച് കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നതിന് നല്ല തെളിവുകളുണ്ട്. ഇത് കൂടുതൽ ലൈംഗിക ആസ്വാദനം ദമ്പതികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നൽകുന്നു എന്ന സൂചനകളും പഠനങ്ങളിലുണ്ട്. അതിനാൽ ചിരപരിചിതമുള്ളവനും വിശ്വസനീയമായ ഒരു പങ്കാളിയുമായി ഉള്ള ലൈംഗിക ബന്ധത്തിൽ സ്ത്രീ രതിമൂർച്ച കൂടുതൽ ആസ്വദിക്കുകയും ഇടയ്ക്കിടെ അനുഭവിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് രതിമൂർച്ച കിട്ടണമെങ്കിൽ, ലൈംഗികത ആസ്വദിക്കണമെങ്കിൽ എവിടുന്നെങ്കിലും കയറി വന്ന ഒരാളായിട്ട് ലൈംഗികതയിൽ ഏർപ്പെട്ടാൽ നടക്കൂല. നല്ല പരിചയമുള്ള, നല്ല വിശ്വസ്തതയുള്ള, നല്ല എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത, ഒരിക്കലും പിന്നെ പ്രശ്നമില്ല എന്ന് തോന്നുന്ന സൈക്കോളജിക്കൽ മൂഡിലേക്ക് വരുമ്പോഴാണ് അവൾക്ക് ലൈംഗികത പോസിബിൾ ആവുന്നത്, അവൾക്ക് സംതൃപ്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിബറൽ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഓർഗാസം വളരെ കുറവാണെന്ന് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ പഠനം, ഇപ്പൊ നോമി വോൾഫിന്റെ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട്. അവര് എത്രത്തോളം എന്ന് വെച്ചാൽ ആഫ്രിക്കയിലുള്ള ഏറ്റവും ലൈംഗികമായിട്ട് അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ സ്ത്രീകൾ, അവര് 80% ഓർഗാസം ആസ്വദിക്കുന്നുണ്ട് എന്നാണ് നവോമി വോൾഫ് പറയുന്നത്. അത്ര പോലും ഓർഗാസം അമേരിക്കയിലും യൂറോപ്പിലും ലിബറൽ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് 30-40% ആളുകൾക്ക് ഓർഗാസം കിട്ടിയിട്ടുള്ളൂ അത്രേ. ചില സ്ത്രീകൾക്ക് ഓർഗാസം എന്താണെന്ന് തന്നെ അറിയില്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു. ഇവര് ലൈംഗികമായി ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ ഏത് റിലേഷൻഷിപ്പിലൂടെ അല്ല, പുരുഷന് ഉള്ള പോലത്തെ ഓപ്പൺ റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ്. അല്ലാതെ സൈക്കോളജിക്കലായിട്ട് അവളുടെ നീഡൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ പഠനം മറ്റൊന്ന് പറയുന്നത്. പിന്നെ ഇനി സ്ത്രീ ആകർഷിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക. ഒരു പുരുഷനിലെ ആകർഷണം വരുന്നു. പുരുഷനുണ്ടാവുന്ന ആകർഷണവും സ്ത്രീക്ക് ഉണ്ടാവുന്ന ആകർഷണവും രണ്ട് രൂപത്തിലാണ് എന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. അതായത് പുരുഷനുണ്ടാവുന്നത് ഷോർട്ട് ടൈം മെയ്റ്റിംഗ് ആയിരിക്കും ആകർഷണീയത ഉണ്ടാവുക. അതേസമയം ഇപ്പോൾ ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങൾ അല്ലെങ്കിൽ നഗ്ന ശരീരം കാണുമ്പോൾ ഒരു പുരുഷനിലുണ്ടാവുന്ന ഷോർട്ട് ടൈം മെയ്റ്റിംഗ് അട്രാക്ഷനാണ്. ലൈംഗികമായി ബന്ധപ്പെടണം, കുറച്ച് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ അവളുമായിട്ട് ബന്ധപ്പെടണം എന്ന ആകർഷണീയതയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു സ്ത്രീ പുരുഷനെ കാണുമ്പോൾ നല്ലൊരു പുരുഷനാണെങ്കിൽ, ഇണങ്ങിയ അട്രാക്റ്റീവായൊരു പുരുഷനാണെങ്കിൽ ആ അട്രാക്ഷൻ്റെ സ്വഭാവം വ്യത്യാസമാണ്. ആ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവൾ ലോങ് ടൈം മീറ്റിങ്ങിനാണ് ഇവനെ ആഗ്രഹിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു ലൈംഗികത നടത്തി അങ്ങനെ അത് അവസാനിപ്പിക്കാനുള്ള ആകർഷണീയതല്ല ഒരു പുരുഷനിലുണ്ടാവണത്, നേരെ മറിച്ച് സ്ത്രീയിലുണ്ടാവണത്. നേരെ മറിച്ച് പിന്നെ ഒരു സ്ത്രീയുടെ മനസ്സിൽ ലോങ് ടൈം റിലേഷൻഷിപ്പിനുള്ള ഇതാണ് ഉണ്ടാവുന്നത് ഈ പുസ്തകം പറയാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷന് 60 സെക്കൻഡ് ഉള്ളൊരു ക്ലിപ്പ് മതി അവൻ്റെ ഓർഗാസം കിട്ടാൻ. പക്ഷെ ഒരു സ്ത്രീക്ക് 250 പേജ് വരുന്ന ഈ പുസ്തകം വായിക്കേണ്ടി വരികയാണ് ഓർഗാസം കിട്ടാൻ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ? കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് വെറുതെ ലൈംഗിക ആക്ട് നടന്നാൽ പോരാ. ലൈംഗികമായൊരു പ്രവർത്തനം അവിടെ നടന്ന് ഉടനെ ഓർഗാസം കിട്ടുന്നത് പുരുഷന്റെ സ്വഭാവമാണ്. സ്ത്രീക്ക് അതിന് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കഥ ഉണ്ടാവണം, ഒരു ഇമോഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായിട്ടാണ് അവൾക്ക് ഓർഗാസം കിട്ടുന്നത്. അപ്പോൾ അവൾക്ക് 2 ദിവസമൊക്കെ എടുക്കും ആ പുസ്തകം വായിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് വേണം 250 പേജ് വായിച്ചിട്ട് വേണം ഇത് കിട്ടാൻ എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാരുടെ പോണും അതുപോലെ തന്നെ സ്ത്രീകളുടെ നോവലുകളും, അതിലൊക്കെ പുരുഷനെ പറ്റി പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്ന പദങ്ങളൊക്കെ ഹിസ് ഗെയ്സ്, അവൻ്റെ നോട്ടം, അവൻ്റെ സ്നേഹം, അതുപോലെ അവൻ്റെ മനസ്സ്, അവൻ്റെ നെടുവീർപ്പ്, അവൻ്റെ അങ്ങനത്തെ ഒക്കെ പദങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്ന പദങ്ങൾ പരിശോധിച്ചപ്പോൾ കാണുന്നത്. പക്ഷേ പുരുഷൻ്റെത് നോക്കുമ്പോൾ ലൈംഗികാവയവങ്ങളാണ് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവളുടെ മനസ്സെന്നോ അല്ലെങ്കിൽ അവളുടെ വൈകാരികത, അവളുടെ സ്നേഹം, ഇതൊന്നുമല്ല, അവളുടെ ശരീര പാർട്ടുകളാണ് പോണുകളിൽ
വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും അവൻ്റെ ബന്ധവും അവൻ്റെ സ്നേഹമൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അതാണ് അവളുടെ രതിമൂർച്ചയിലേക്ക് അവളെ എത്തിക്കുന്നതും അവളുടെ ആസ്വാദനം വരുത്തുന്നതും. പക്ഷെ പുരുഷന് നേരെ തിരിച്ചാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ പുസ്തകം പറയുന്നത് എന്താ വെച്ചാൽ റോളുകൾ, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, സ്റ്റോറി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് സ്ത്രീക്ക്. ചില പുരുഷന്മാർ പോണോഗ്രഫി കണ്ടിട്ട് ഇതൊക്കെ മറക്കും. ഇതൊക്കെ പുരുഷന് പ്രധാനപ്പെട്ടതല്ല, റോള് പ്രധാനപ്പെട്ടതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലേക്ക് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഇതിലൊന്നും വലിയ കൺസേൺഡ് അല്ല. അവന് ഇപ്പോൾ ഒരു കടയിലുള്ള ഒരു വെയിറ്റർ ആയിട്ടുള്ള സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് അവന് കുഴപ്പമില്ല. ഇനി പിന്നെ വീട്ടിലേക്ക് വന്ന ഏതോ പരിചയമില്ലാത്ത ഒരു അടിച്ചു വേലക്കാരിയാണെന്ന് വിചാരിക്കുക. പോണിന്റെ കഥകളൊക്കെ അങ്ങനെയാണല്ലോ. ഒരു പിന്നെ കോണ്ടക്സ്റ്റും ഇല്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത, സ്പോണ്ടാനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കഥകൾ. ഒരു പ്ലംബർ വരുന്നു, ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ കഥകൾ. അതായത് പ്ലംബർ വരുന്നു, പ്ലംബർ പണിയെടുക്കുന്നു, അതിന് കൂലി കൊടുക്കാനില്ല, അപ്പോൾ സെക്സ് കൂലിയായി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇതിലെ കഥ. ഒരിക്കലും നടക്കാത്ത, അത് പുരുഷന് നടക്കുമെന്ന് തോന്നും, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ്, പോണിലൂടെയുള്ള കോൺഫ്ലിക്റ്റ് സംഭവമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പുരുഷൻ വിചാരിക്കുകയാണ്, ഒരു പ്ലംബർ വിചാരിക്കുകയാണ്, പ്ലംബർ ഇത് കാണണമെന്ന് വിചാരിക്കുക, അങ്ങനെ കാണുന്ന ഒരു പ്ലംബർ വിചാരിക്കുകയാണ് ഇതൊക്കെ ആണല്ലോ ഞാൻ കാണുന്നത്. സ്ത്രീകൾ എനിക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ പോകുന്ന വീട്ടിൽ എനിക്ക് തോന്നുന്നുണ്ട്, അപ്പോൾ ആ വീട്ടിലെ പെണ്ണും ഇങ്ങോട്ട് തോന്നുന്നുണ്ടാവും എന്ന് ഇവന് തോന്നാണ്. പിന്നെ സ്റ്റാറ്റസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസാണ് വയസ്സായ ആൾക്കാർ പിന്നെ ചെറിയ പെൺകുട്ടികളുമായിട്ട് പിന്നെ ഹണി ട്രാപ്പിൽ വിടുന്നതും അതുപോലെ തന്നെ അങ്ങോട്ട് മിസ്കണ്ടക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഈവൻ അമ്മായൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ മരുമകളുമായിട്ട് ബന്ധം വന്നു അല്ലെങ്കിൽ തോണ്ടി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കുറേ വരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ പുരുഷൻ കാണുമ്പോൾ അവൻ വിചാരിക്കുകയാണ് സ്ത്രീക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു കഥയില്ലാതെ, ഒരു ബന്ധമില്ലാതെ, സ്റ്റാറ്റസോ റോളോ ഒന്നും നോക്കാതെ ഇതൊക്കെ പുരുഷന് പറ്റും, അപ്പോൾ സ്ത്രീക്കും അത് പറ്റുമായിരിക്കും എന്നുള്ള ചിന്ത കടന്നു വരുന്നതുകൊണ്ട് ഈ പോണിൻ്റെ അമിത പ്രസരണം നമ്മളെ നാട്ടിലുള്ളതുകൊണ്ട് ആളുകൾ ഇങ്ങനത്തെ ജെൻഡർ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ പോവാണ്. അതായത് സെക്ഷുവാലിറ്റിയിൽ ഇങ്ങനത്തെ കുറേ ജെൻഡർ ഡിഫറൻസുകൾ ഉണ്ട്. എല്ലാവരും ഒരേപോലെ എല്ലാ ആകർഷണങ്ങൾ നടക്കുന്നത്, ഒരേപോലെ എല്ലാം ആസ്വദിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ലൈംഗികമായ, ലിംഗത്വപരമായ ഈ വ്യത്യാസങ്ങൾ അത് സാമൂഹികമായി നിഷേധിക്കപ്പെടാണ്, ഈക്വലാണെന്ന് പറയപ്പെടാണ്. പക്ഷേ അതേ പറയുന്ന ഈക്വാലിറ്റി, ഇഗലിറ്റേറിയൻ സമൂഹങ്ങളിൽ അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഇത് തച്ചടക്കുന്ന കാര്യങ്ങളാണ്, കണക്കുകളാണ് കാണുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകം തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഗൗരവമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു ലിബറൽ കാഴ്ചപ്പാടിൽ പല തെറ്റിദ്ധാരണകളും രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ സെക്ഷുവാലിറ്റി ഒരുപോലെയാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് പല ആളുകളുടെ സംസാരങ്ങൾ ഉണ്ടാകാറുള്ളത്. അതേപോലെ പ്ലാറ്റോണിക് റിലേഷൻഷിപ്സ്, ഇപ്പോൾ നമ്മൾ ഇൻ്റർജെൻഡറായിട്ട് ഒരു ആണും അല്ലെങ്കിൽ ഒരു പെണ്ണും ഒന്നിച്ച് സുഹൃത്തുക്കളാകാം, അവർക്കൊന്നിച്ച് സംസാരിക്കാം, അവർക്കൊന്നിച്ച് ഒരു ഹോസ്റ്റലിൽ കിടന്നുറങ്ങാം. ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇവർക്കിടയിൽ പ്രത്യേകിച്ച് സെക്ഷൽ തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അത് വെറുതെ പ്രാകൃതരായ കുറച്ച് ആളുകൾ ചിന്തിച്ച് കാട് കയറി ഉണ്ടാക്കുന്ന ഓരോ തെറ്റിദ്ധാരണകളാണ് എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും ലിബറൽ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരിൽ കാണാൻ കഴിയാറുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റാണ്. ഇവിടെ പുരുഷനുണ്ടാകുന്ന സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള തോട്ട്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള അട്രാക്ഷൻ എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെ ആസ്വാദനം എങ്ങനെയാണ്, ഈ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, സ്ത്രീകളുടെ ആസ്വാദനം എങ്ങനെയാണ്, അതേപോലെ സ്ത്രീകൾ എങ്ങനെയാണ് സെക്ഷുവാലിറ്റി നോക്കിക്കാണുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ലിബറൽ കാഴ്ചപ്പാട് എത്രത്തോളം ഈ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.